ബ്യൂട്ടിഫുൾ പീപ്പിൾ എല്ലാവരും ഹാപ്പി ആയിട്ട് സേഫ് ആയിട്ട് സെറ്റായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പം ഈ സെലിബ്രിറ്റീസ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആൾക്കാരുടെ ഒക്കെ ചാറ്റുകൾ പുറത്തു വരുന്ന ആഴ്ചയാണ് ഇത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ആര്യൻ ഇപ്പം ബിഗ് ബോസ് ഹൗസിനകത്തുള്ള, ടു ബി വെരി ഓണസ്റ്റ് ഞാൻ ബിഗ് ബോസ് കാണാറില്ല, ബിഗ് ബോസിനകത്തുള്ള ആര്യൻ ഫോണും മര്യാദക്ക് നിൽക്കൂ ആര്യൻ്റെയും കൂടെ ചാറ്റ് ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. ആര്യനെ ഞാൻ ആക്ച്വലി ഫസ്റ്റ് കാണുന്നത് ഒരു ചാനലിൻ്റെ പരിപാടിക്ക് ഗസ്റ്റായിട്ട് വന്നപ്പോൾ ഞാൻ ആങ്കറിങ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. എനിക്കൊന്ന് ആളുടെ ഏതോ സിനിമേൻ്റെ എന്തോ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു ഷോയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അതിനൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ആള് ഇൻസ്റ്റഗ്രാമിൽ അയച്ച മെസ്സേജസും കാര്യങ്ങളൊക്കെ കുത്തിപ്പൊക്കിയിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇങ്ങനെ ചെയ്യുന്നവരുടെയൊക്കെ മെയിൻ പരിപാടി വാനിഷ് മോഡ് ഓണാക്കി മെസ്സേജ് അയക്കുക എന്നുള്ളതാണ്. അതിനകത്തും ആര്യനാണെങ്കിലും വാനിഷ് മോഡിലാണ് മെസ്സേജ് അയക്കുന്നത്. കാരണം ഞാനൊരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ആളാണ്, എൻ്റെ ഫേസ് 4 ആൾക്കാർ അറിയാം, അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെയൊക്കെയുള്ള സാധനം. ആദ്യത്തെ കാര്യം, ഇപ്പം അധികം ആൾക്കാരുടെ കയ്യിലും 2 ഫോണുണ്ട്. അധികം ആൾക്കാരും 2 ഫോൺ യൂസ്, ഒന്നെങ്കിൽ ഇപ്പം പൊതുവെ കുറച്ചൊരു ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ഒരു ഫോൺ, പിന്നെ നോർമൽ ഒരു ഫോണൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നിങ്ങൾ 1 ടൈം അയച്ചാലും ഇനി എങ്ങനെ അയച്ചാലും അത് വേറൊരു ഫോണിൽ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇപ്പം ഉണ്ട്. അധികം ആൾക്കാരത് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. ഇതൊക്കെ ചിലപ്പോൾ മുന്നേ അയച്ച ചാറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അത് ഇപ്പോഴായിരിക്കാം ഇവർ കുറച്ചൊന്ന് ലൈം ലൈറ്റിലൊക്കെ നിൽക്കുന്നതല്ലേ, ഒരു കോൺട്രവേഴ്സീസ് ഒന്ന് ക്രിയേറ്റ് ചെയ്തേക്കാം എന്നുള്ള ധാരണേൻ്റെ പുറത്താണ് ഇതിപ്പോൾ പുറത്ത് വരുന്നത്. ഫൈൻ. അതിൻ്റെ ഇടയിൽ ആക്ച്വലി എൻ്റെ കോണ്ടന്റ് ഇതായിരുന്നില്ല. ഞാൻ അതിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ആര്യനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഫസ്മിന സാക്കിർ എനിക്ക് തോന്നുന്നു ഇതിന് മുന്നേ ഞാൻ ഒരു വീഡിയോ ആളിനെ കുറിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം കല്യാണമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ ഒരു കോൺട്രവേഴ്സി ആൾ ക്രിയേറ്റ് ചെയ്തു, പിരിഞ്ഞു, അങ്ങനെ ഇങ്ങനെ ലല്ലുബി എന്നൊക്കെ പറഞ്ഞു, അങ്ങനെ എന്തോ ആണ് ആ ചക്കനെ വിളിക്കുന്നത്, സാഹിൽ ഷാക്കിർ അങ്ങനെ എന്തോ ആണ് ആളുടെ പേര്, ലല്ലുംബി. പിന്നെ അപ്പോൾ അതിൻ്റെയൊക്കെ കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുകയും അതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം കറൻ്റ്ലി ദ ഇഷ്യൂ ഈസ് നമ്മുടെ ലല്ലുബി ഡേറ്റിംഗ് ആപ്സ്, ഒരുപാട് ഡേറ്റിംഗ് ആപ്സിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് പെൺകുട്ടികൾക്ക് മെസ്സേജ് അയക്കുക, കാണാൻ വിളിക്കുക, അങ്ങനത്തെ സെക്ഷൽ ടോക്സ് നടത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെൺകുട്ടികളത് ഫസ്മിനേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ 1 or 2 ആൾക്കാരല്ല, അതിൽ കൂടുതൽ ആൾക്കാർ വന്ന് പറഞ്ഞു നിങ്ങളുടെ ഹസ്ബൻഡ് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, ഇങ്ങനെ പറയുന്നുണ്ട് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഫസ്മിനേൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. അപ്പോൾ ഫസ്മിന അത് ഈ ഡീറ്റെയിൽസൊക്കെ കളക്ട് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളും ആളുടെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അത് എൻ്റെ കാസറ്റിന് കൊടുക്കുകയും, അപ്പം ആള് ചിന്തിച്ചു എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരാളുടെ ഫസ്ബിനേൻ്റെ മാത്രം, കാരണം ചിന്തിച്ചത് വേറൊന്നും കൊണ്ടായിരിക്കില്ല, ഇപ്പം എൻ്റെ കാസറ്റ് ആ പ്രൊഫൈൽ ഹാൻഡിൽ ചെയ്യുന്ന ആളാണെങ്കിലും വേറൊന്നും കൊണ്ടായിരിക്കില്ല, നമുക്കൊരു ഇഷ്യൂ വരുന്ന സമയത്ത് ഒരു ഫസ്മിന സാക്കിർ ഇതിന് മുന്നേ എന്തെങ്കിലും ഇഷ്യൂസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് അവൻ സെർച്ച് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ സ്വാഭാവികമായിട്ടും കണ്ടിട്ടുണ്ടാവാം ഇവർ ഓരോരോ കോൺട്രവേഴ്സീസ് റീച്ചിന് വേണ്ടിയിട്ട്, അങ്ങനെ തന്നെ പറയണം, റീച്ചിന് വേണ്ടിയിട്ട് കോൺട്രവേഴ്സീസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിത്വമാണ് ഈ ഫസ്മിന സാക്കിർ എന്ന് പറയുന്നത്. ഡിവോഴ്സ്ഡ് ആയി എന്നും അതിൻ്റെ ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്തിട്ട് കുറച്ച് ദിവസത്തേക്ക് കൊളാബറേഷൻസൊക്കെ ഉരുൾപൊട്ടലാണെന്നോ പിന്നെ റിമൂവ് ചെയ്യുക. അപ്പോൾ ആൾക്കാർക്കൊരു ഇതുണ്ടാവുമല്ലോ, ഇവരെന്താ കൊളാബറേഷൻസ് ഒക്കെ കളഞ്ഞത്, ഇനി ഇവർ തമ്മിൽ പിരിഞ്ഞോ, ഈ അടുത്തല്ലേ കല്യാണം കഴിഞ്ഞത്, ആ ഒരു ചർച്ച വരുന്ന സമയത്ത് നമ്മൾ കണ്ടിന്യൂസ്ലി നമുക്കുള്ളൊരു മനുഷ്യന്മാർക്കുള്ള ഒരു ത്വരയാണത്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പ്രൊഫൈൽ എടുത്ത് നോക്കും, അപ്പോൾ പ്രൊഫൈലിൻ്റെ എൻഗേജ്മെൻറ്റ്സ് കൂടും, സ്റ്റോറി എന്തെങ്കിലും ഇട്ട് കഴിഞ്ഞാൽ അത് എടുത്ത് നോക്കും, സ്വാഭാവികം. അപ്പോൾ അതിനൊക്കെ വേണ്ടി ചെയ്യുന്ന ഒരാളാണ്. അതിപ്പം ഈ ആളുടെ പ്രൊഫൈലോ അല്ലെങ്കിൽ ഈ ആളിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്ന് സെർച്ച് ചെയ്യുന്ന സമയത്ത് എൻ്റെ കാസറ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് മനസ്സിലായിട്ടുണ്ടാവാം ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റുള്ള ആളാണ്. സോ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ ഈ ലല്ലൂമ്പിനോടും കൂടെ പോയി ചോദിക്കാമെന്ന് പറഞ്ഞപ്പോൾ ലല്ലൂമ്പി പറഞ്ഞു എല്ലാ കാര്യങ്ങളും ഞാൻ തുറന്ന് പറയാൻ റെഡിയാണ്. ഈ ഫസ്മിനെ കാരണം ജീവിതം മടുത്തു നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ ഫാമിലീൻ്റെ അടുത്തുനിന്ന് ആൾ ദൂരമാക്കി, എൻ്റെ മെൻ്റൽ ഹെൽത്ത് ഡിസ്ട്രോയ് ചെയ്തു, എന്നെ അങ്ങനെയാക്കി ഇങ്ങനെയാക്കി, എല്ലാം ഞാൻ തുറന്ന് പറയാൻ റെഡിയാണ്. എൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള തെറ്റാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ റെഡിയാണ്, അത് ഏറ്റു പറയാൻ ഞാൻ റെഡിയാണ്. പിന്നെ ഉമ്മ ഹോസ്പിറ്റലിലാണെന്നൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഈ പറയുന്നുണ്ട്. ഓക്കെ, ചിലപ്പം ഇവരിതിന് മുന്നേയും ഇതിലും ചീപ്പായിട്ടുള്ള ഗെയിംസ് കളിച്ചത് കൊണ്ട് തന്നെ
കാരണം ഇവർക്ക് സോഷ്യൽ ഏരിയയിൽ പിടിച്ചു നിൽക്കാനുള്ള ഒരു കച്ചിത്തുരുമ്പായി ഇത് ഉപയോഗിക്കാനും മതി. നാളെ ഇവർ രണ്ടുപേരും ഒരു 2 ആഴ്ച ഈ ഒരു ഇഷ്യൂസ് മുന്നോട്ട് കൊണ്ടുപോയിട്ട് കുറച്ച് കരച്ചൽ റീൽസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പിന്നെയും വീണ്ടും ഇവർക്ക് എന്തോ ക്ലോത്തിങ് ബ്രാൻഡോ അങ്ങനെ എന്തോ ഒരു സംരംഭം കാര്യങ്ങളുണ്ട്, ക്ലോത്തിങ് ബ്രാൻഡ് തന്നെയാണെന്ന് തോന്നുന്നു. ഇവർ രണ്ടുപേരും കൂടെ തുടങ്ങിയതോ അല്ല ഫസ്മിന മാത്രം തുടങ്ങിയതോ ആയിട്ടുള്ള എന്തോ ഒരു സംഭവങ്ങളുണ്ട്. അപ്പം അതിൻ്റെ റീച്ചിന് വേണ്ടിയിട്ടോ ആവാം നാളെ മറ്റന്നാൾ ഇവർ രണ്ടുപേരും വന്നിരുന്നിട്ട് ഇങ്ങനെ ഇവരെ കഴിഞ്ഞ പരിപാടി അങ്ങനെയായിരുന്നു. ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞിട്ട് എൻ്റെ ലല്ലൂമ്പി പിന്നെ സ്ത്രീകൾക്ക് മെസ്സേജ് ഒരുപാട് പെൺകുട്ടികൾക്ക് ഡേറ്റിംഗ് ആപ്പിലൂടെ മെസ്സേജ് അയച്ചു, അതൊക്കെ നിങ്ങൾ കണ്ടതാണ്. പിന്നെ ലല്ലൂമ്പി ഞാനും ഇത്ര കാലമായി ഞങ്ങൾ അങ്ങനെയായിരുന്നു, പിരിഞ്ഞു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇതാ എൻ്റെ ലല്ലൂമ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കും. അതാണ് ഇനി നടക്കാൻ പോകുന്നത്. അങ്ങനെ ആവാനും ചാൻസസ് ഉണ്ട്. കാരണം ഇതിനു മുന്നേ അങ്ങനെയാണ്. ഇനി ഇത് അങ്ങനെ അല്ലെങ്കിൽ ഐ എം വെരി 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 സോറി ഫസ്മിന. കാരണം അങ്ങനെ സംസാരിക്കേണ്ടി വരുന്നത് ഇതിന് മുന്നേ അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ. അതല്ലാത്ത പക്ഷം ചിലപ്പം ഈ ഫസ്മിന വളരെ ലോയലായിട്ട് നിന്നിട്ട്, മേ ബി ആണ് ഞാൻ പറയുന്നത്, ലോയലായിട്ട് നിന്നിട്ട് ഈ പറയുന്ന ലല്ലൂമ്പി പോയിട്ട് അങ്ങനത്തെ ഒരു പരിപാടി കാണിച്ചിട്ടുണ്ട് ഈ ഫസ്മിന അവിടെ ഉണ്ടാകുമ്പോൾ. പിന്നെ നിങ്ങൾ കല്യാണം കഴിഞ്ഞ് ഭാര്യാഭർത്താക്കന്മാരായി ജീവിച്ചിരിക്കുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെവിക്കല്ലടിച്ചു പൊട്ടിക്കേണ്ട കാര്യം തന്നെയാണ് അവൻ ചെയ്തത്. അതല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, പിന്നെ നിങ്ങളിത് റീച്ചിന് വേണ്ടിയിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും ഇതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും പറയാനില്ല കേട്ടോ. ഇതിനപ്പുറത്തേക്ക് നിങ്ങളിനി തരം താഴാനും ഇല്ലാന്നേ പറയാനുള്ളൂ. എന്തായാലും ഈ പറയുന്ന ഫസ്മീന എനിക്കൊന്ന് ലാസ്റ്റായിട്ട് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്, എനിക്ക് ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ താല്പര്യമില്ല, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് സംസാരിക്കാം, എന്നെ ഒന്ന് റിലാക്സ്ഡ് ആവാൻ വിടണം എന്നുള്ളതാണ്. ഓക്കെ, അപ്പം ചിലപ്പം ഈ പറയുന്ന ലല്ലൂമ്പി വരുമായിരിക്കാം അതിന് മുന്നേ. ഫസ്മീന ഒരു എക്സ്പ്ലനേഷനോ കാര്യങ്ങളോ ആയിട്ട് വരുന്നതിന് മുന്നേ ലല്ലൂമ്പി വന്നിരുന്ന എന്താണ് കാര്യം, ഇങ്ങനെയാണ് എന്നെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്മീന എന്നെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത്, ഇങ്ങനെയാണ് ആ മെൻ്റൽ ട്രോമ അത് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡേറ്റിംഗ് ആപ്പ് കയറിയത്, അങ്ങനെയൊക്കെയുള്ള ന്യായീകരണമൊക്കെ ആയിട്ട് ചിലപ്പോൾ ലല്ലൂമ്പി വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിപ്പം ഫസ്മീനെ ഏകദേശം ആൾക്കാർക്കും അറിയുന്നത് നിഹാദ് സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്ന നിഹാദിൻ്റെ കുറച്ച് കാലത്തെ റിലേഷൻഷിപ്പ് കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ്. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മളെ കുഞ്ഞിനെയും കൂടി ഒന്ന് തോണ്ടിയിട്ടുണ്ടായിരുന്നു ശിവരഞ്ജിനീന നൈസായിട്ട്. അപ്പം പിന്നെ ഈ ഫാമിലി ദൂരമാക്കി അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ആൾക്കാരെ ദൂരമാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ലല്ലൂമ്പി തന്നെ വന്ന് പറയട്ടെ. വാട്ട് എവർ ഇറ്റ് ഈസ്, ഇതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളും ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഡിവോഴ്സിൻ്റെ കേസ് അല്ലെങ്കിൽ ഇവർ കൊളാബറേഷൻസ് ഒക്കെ കളഞ്ഞ കേസ് എത്ര ടൈം പീരീഡിലാണ് അവസാനിച്ചത് എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉത്തരം കിട്ടും. ഓക്കെ, പിന്നെ ഇതിൽ ഗേൾസ് അങ്ങോട്ടേക്ക് മെസ്സേജ് ഒന്നും അയച്ചിട്ടില്ല, ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണ് അയച്ചതെന്നുണ്ടെങ്കിൽ ഗേൾസിനെ കുറ്റം പറയാനില്ല. അവരങ്ങനെ തന്നെ പോയിട്ട് ഫസ്മിനാൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങളെ ഹസ്ബൻഡ് ഇങ്ങനെ മെസ്സേജ്, വെരി ഗുഡ്, വെരി 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 ഗുഡ്, അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. പിന്നെ അങ്ങനത്തെ ഒരു സംഭവം നിങ്ങൾക്ക് ആളെ ഫെമിലിയർ ആണ്, ആൾ മാരിഡ് ആണ്, അവർ വളരെ ഹാപ്പി ആയിട്ട് വീഡിയോസും കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അവരെ വൈഫിനെയോ ഹസ്ബൻഡിനെയോ ഒക്കെ അറിയിക്കണം. ഗുഡ് ജോബ് ഗേൾസ്, ഗുഡ് ജോബ്. എന്തായാലും നോക്കാം. ഫസ്മിനാൻ്റെ ഫസ്റ്റ് തന്നെ എക്സ്പ്ലനേഷൻ വരില്ല, കുറച്ച് റീൽസ് ആയിരിക്കും വരുന്നത് അബൌട്ട് ലോയാലിറ്റി, അബൌട്ട് ചീറ്റിംഗ് പാർട്ട്ണർ, അങ്ങനെയൊക്കെ വന്ന് കുറച്ച് റീൽസ് വന്നതിന് ശേഷം ആളൊന്ന് എന്താ പറയുക എക്സ്പ്ലനേഷനുമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ തളർന്നു പോകുന്നൊരു വ്യക്തിയാണ് ഫസ്മിന എന്നെനിക്ക് തോന്നുന്നില്ല. ആളുടെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ ഏകദേശം പരിചയമുള്ളത് കൊണ്ട് ആളെ പരിചയമില്ല. ബട്ട് നമ്മൾ റീൽസ് കണ്ടിട്ടും അല്ലാണ്ട് കേട്ടിട്ടുള്ളതൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ എനിക്കൊന്ന് നിങ്ങൾ ലൈറ്റനിങ്ങിന് ശിവരഞ്ജിനീൻ്റെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും. ഒരുപാട് പ്രൊഫൈൽസിൽ ആ ഒരു ഇഷ്യൂസ് കാര്യങ്ങൾ ഫസ്മിന ദ വേ ഫസ്മിന ടോക്സ്. അപ്പം അതുകൊണ്ട് തന്നെ ആൾ ഡൗൺ ആയി പോകാനുള്ള ചാൻസ് കാര്യങ്ങളൊന്നുമില്ല. എനിവേസ് ഇതിൻ്റെ സത്യാവസ്ഥകളും കാര്യങ്ങളൊക്കെ പുറത്ത് വരട്ടെ. ലല്ലൂമ്പിക്ക് പറയാനുള്ളത് ലല്ലൂമ്പി പറയട്ടെ, ഫസ്മിനക്ക് പറയാനുള്ളത് ഫസ്മിന പറയട്ടെ. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒരു റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ അല്ലേ. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെന്നുണ്ടെങ്കിൽ പറയാം. ബൈ.